السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ രാവുകളിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സ്നേഹം വെക്കാനും മുഹബ്ബത്ത് വെക്കാനും അവിടെ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന രാവുകളാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം മനുഷ്യരായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചപ്പോൾ അവനക്ക് ആരാധനകൾ അർപ്പിക്കുവാൻ വേണ്ടിയാണ് റബ്ബ് തആല നമ്മെ ഭൂമി ലോകത്തേക്ക് വിട്ടയച്ചത്. ആ ആരാധന കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹബീബറായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ആ ഹബീബറായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ നായകനാണ്, നേതാവാണ്. അമീറുൽ അൽ അമീൻ എന്നറിയപ്പെടുന്ന ആ പ്രവാചകൻ, ആ പ്രവാചകരെ നാം സ്നേഹിക്കുകയ, ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. അവിടുന്ന് പറയുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ നാം അനുസരിക്കേണ്ടവരുമാണ്. എന്നാലേ ആ റസൂലുള്ളാഹിനോട് നമുക്ക് സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത്? ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ, കാണിച്ചു തന്ന കാര്യങ്ങൾ, ഇതൊക്കെ മുറുകെ പിടിക്കലാണ്. കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങൾ വെടിയലുമാണ്. അതുപോലെ ആ റസൂലുള്ളാഹിൻ്റെ പേരിൽ നാം സ്വലാത്തും സലാമും ചൊല്ലണം. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇന്നല്ലാഹ വ മലായികതുഹു, നിശ്ചയമായും തീർച്ചയായിട്ടും ഞാനും എൻ്റെ മലായികത്തും ഹബീബരായ റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ആ റസൂലുള്ളാഹിൻ്റെ, ആ നബി തങ്ങളെ പേരിൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുവീൻ, ചൊല്ലുവീൻ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇനി ഈ സ്വലാത്ത് ചൊല്ലാത്തവൻ ആരാണ്? ആ ചൊല്ലിയവനക്കുള്ള കൂലി എന്താണൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സ്വലാത്ത് ചൊല്ലാത്തവൻ ലുബ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ചെയ്യാൻ കൽപ്പിച്ച മഹത്തായ സ്വലാത്തും സലാമും ചൊല്ലാത്തവൻ
വാസ്തവത്തിൽ ആരാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാണ്, നബിയോട് മുഹബ്ബത്തും ആദരവും കാണിക്കാത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ കഴിയാത്തവൻ, വാസ്തവത്തിൽ ഇന്നകന്നു കഴിയാൻ ആഗ്രഹിക്കുന്ന നിത്യസഞ്ചാരി വാസ്തവത്തിൽ ലുബ്ധൻ തന്നെയാണ് എന്ന സംശയം ഇല്ലതാനും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ലുബ്ധനാണ്. ആരവായിൽ നിന്നും ഹബീബരായ റസൂലുള്ളാഹിൻ്റെ പേര് കേൾക്കുമ്പോൾ നാം സ്വലാത്ത് ചൊല്ലണം. തമാശക്കായാലും കാര്യത്തിലായാലും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേക്കാരും എവിടുന്ന് വരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുക. ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ ലുബ്ധനാണ്. സഹാബി ശ്രേഷ്ഠനായ കഅബ് ബിൻ ഉജർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് മാലിക് ബിൻ ഉവൈരിസ് റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ജാബിർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനേകം മഹാന്മാരിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് പറയുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൻ്റെ ഓരോ പടിയും കയറിയപ്പോൾ ആമീൻ എന്ന് പറയുകയുണ്ടായി. ആ മിമ്പറിൽ നിന്നിറങ്ങിയപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലയോ അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് ഇന്ന് മിമ്പറിൽ ഓരോ പടിയും കയറുമ്പോൾ ആമീൻ 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 എന്ന് പറഞ്ഞുവല്ലോ, എന്താണത്, എന്തിനാണതങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു. എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു. എന്ന് പറയുകയാണ്. അല്ലയോ നബിയെ, ആർക്കെങ്കിലും റമദാൻ മാസം വന്നെത്തിയിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ വന്ന് പറയുകയാണ്. എന്താ പറയുന്നത്? അല്ലയോ നബിയേ, ആർക്കെങ്കിലും റമദാൻ മാസം വന്നെത്തിയിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ അല്ലാഹുവിന് റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ. അതായത് അല്ലാഹു അവനെ നാശമാക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ പടിയിൽ കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആരുടെയെങ്കിലും മുമ്പിൽ തങ്ങളെപ്പറ്റി പറയുകയും അവർ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്താൽ അവൻ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയായി പോകട്ടെ. വീണ്ടും അതായത് അല്ലാഹു അവനെ നാശമാക്കി കളയട്ടെ. ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിൽ കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ മുമ്പിൽ വാർദ്ധക്യ നിലയിലെത്തുകയും അവരുടെ അതൃപ്തി കാരണം അവനെ സ്വർഗത്തിൽ കടത്താതിരിക്കുകയുമാണെങ്കിൽ, അഥവാ നരകത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്
ദൂരെയായി പോകട്ടെ. അതായത് അള്ളാഹു അവനെ നാശമാക്കട്ടെ. ഞാൻ ആമീൻ പറയുകയാണ്. അങ്ങനെയാണ് ആ 3 ആമീൻ ഹബീബറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിരറ്റ് സ്നേഹിക്കണം, അതിരറ്റ് സ്നേഹിക്കണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ നടക്കുകയാണ്. ഇലാ ഹളറത്ത് ഹബീബനാ വശഫീഅനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലണം. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം. يا حي يا قيوم 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 يا حي يا قيوم. يا ذا الجلال والإكرام 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 يا ذا الجلال والإكرام. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بأقصى الآيات من جميع الخيرات في الحياة وبعد الممات أرحم الراحمين يا مالك الملوك يا രാജ സയ്യിദായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ വീഡിയോ കാണുന്ന ധാരാളം മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ ഒരുപാട് മുഅ്മിനീകളുണ്ട് റഹ്മാനെ അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളെ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹുവേ ഒരുപാട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകൾ അതുപോലെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഒരുപാട് ഉസ്താദുമാരും മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹുവേ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങൾ ഹബീബറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി ഞങ്ങൾ അദ്കാർ ചൊല്ലി ഞങ്ങൾ തഹ്ലീൽ ചൊല്ലി ഞങ്ങൾ ഖുർആൻ ഓതി എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ നീ ഖബൂലാക്കണേ റഹ്മാനെ അല്ലാഹുവേ കോഴിക്കോട് ഭാഗത്ത് നിപ്പ വരുന്നു അല്ലാഹുവേ കാവലേൽക്കണേ അല്ലാഹ് നിപ്പ എന്ന് പറയുന്ന വൈറസ് അല്ലാഹ് നീ കൊടുത്ത വൈറസാണല്ലോ അല്ലാഹുവേ എല്ലാവരെയും സംരക്ഷിക്കണേ അല്ലാഹ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അത്തരം വൈറസുകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ ദുആ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ റഹ്മാനെ ചൊല്ലിയത് സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളെ ശരീരം നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ ഹൃദയം ശുദ്ധമാക്കണേ റഹ്മാനെ ഖൽബ് ശുദ്ധീകരിക്കണേ റഹ്മാനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ധാരാളം ആളുകളുണ്ട് റഹ്മാനെ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ റഹ്മാനെ നിറവേറ്റണേ അല്ലാഹ് اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته.